നടക്കണാള് അനക്ക് വലിച്ചു കയറ്റി കാണും. നടക്കാം നടക്കാം. ഓ എന്താ ഇത്? ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു പെണ്ണിന്റെ മെക്കിട്ട് കയറാൻ നോക്കിയതാ. കയ്യോടെ പൊക്കി സാറേ. വെള്ളാണോടാ? അല്ല സാറേ, മറ്റവനാ അടിച്ച് കിറങ്ങിയിരിക്കുക 3 എണ്ണം. ഓ, ഒരു സാധനം വല്ലതും കയ്യിൽ നിന്ന് കിട്ടിയോ? കയ്യിലൊന്നും ഇല്ലായിരുന്നു സാറേ. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കിടന്ന് പോകുന്നോടാ. ഇല്ല സാറേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. പിടിച്ച് ലോക്കപ്പിലാക്കും മൂന്നിനെ. ശരി സാർ. പിന്നെ സാധനം എവിടുന്നാ കിട്ടിയെന്നുള്ളത് പറയിപ്പിക്കണം. ഓക്കെ സാർ. നടക്കണം അങ്ങോട്ട്. നടക്കേ. പേന്ന് വിരിഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക്. എൻ്റെ പിള്ളേരോടെ പിടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. അവരങ്ങ് വിട്ടേക്ക് സാറേ. ഇത് കേസ് വേറെയാടോ? എന്ത് കേസാണെങ്കിലും ശരി, വിട്ടേക്ക് സാറേ. സാറേ, അതിലൊരുത്തൻ നമ്മുടെ MLA സുഗുണൻ സാറിന്റെ മകനാന്നാ പറയുന്നത്. വിട്ടില്ലെങ്കിൽ പണി കിട്ടും സാറേ. നാട് നന്നാക്കേണ്ടവർ തന്നെ നശിപ്പിക്കാൻ ഇറങ്ങിയ പിന്നെ എന്താ ചെയ്യാ? ഇറക്കി വിട്ടേക്കടോ അവന്മാരെ. എന്നാ ശരി സാറേ. വിട്ടേക്കടോ. ഓക്കെ സാർ. എവിടെയാണോ സ്ഥലം എത്തിയോ? ആ നിർത്തി ഇറങ്ങി മാറങ്ങോട്ട്. ഇവിടെ ഫുള്ള് വായ തൊട്ടവനെ. അപ്പൊ തെങ്ങും പയറൊന്നും ഈ കാണില്ലേ? അതിലങ്ങോട്ട് വീട് നിക്ക് ഞാനുണ്ട്. ആ നല്ല കൊലയാണല്ലോ. ഞാൻ വരാ. വയ്ക്കോ അത് കഴിഞ്ഞിട്ട് ചോദിച്ചാ പോരെ. വരാ. വിട്ടെടുക്കാം മുട്ടെടുക്കാം. വഴിയിലാ മൂത്ര വയ്ക്കലേ. എന്താ മൂത്ര ഒഴിക്കാനായിട്ട് വേറെ വഴി കിട്ടി നിങ്ങള്? എന്താ തീരായിട്ട് മൂത്രപ്പുര ആക്കാനല്ല ബോസേ. കുട്ടിയപ്പം നൊയിച്ചാണ്. എന്തെങ്കിലും പ്രശ്നം എന്താ? വീടാട്ടാ അഹങ്കാരം കണ്ടിലേക്ക് ഒരു നല്ല കാര്യത്തിൽ മരമുണ്ടാക്കണ്ട പൊയ്ക്കേട്ടാ. പിന്നെ വരമ്പത്ത് മൂത്രമൊഴിക്കണല്ലോ നല്ല കാര്യം. മൂത്ര പ്രശ്നമാക്കല്ലേ. ഒരു നുറുക്ക് അച്ചപ്പൊക്കെ ആയിട്ട് പള്ളാണാൻ പോവാ. കൂട്ടുകാരനാ? ആര്? ഞങ്ങളെ? ഇണ്ടല്ല നിങ്ങളെ. ഞങ്ങള് ഫ്രണ്ട്സാ. ഒരു നൂലിനടങ്ങി ഇവിടെ ഉണ്ടാക്കിയേക്കില്ലേ? പെണ്ണിന് വാപ്പരുണ്ട്. ഇയാളത് എവിടെ നിന്ന് കട്ടുണ്ടോ വെച്ചാ? ആ ചെറിയ മാമനാണ്. ഓ നിങ്ങളെ? ഇണ്ടല്ല കുട്ടരെ. ഓ ഈ മുറുക്ക് എവിടെയോ കണ്ടു മുറിച്ചായില്ലേ? കുട്ടീനെ മുറുക്ക് എന്താ സെറ്റാണോ മോനെ? മോളെ അങ്ങോട്ട് കൊടുക്കും. കൊണ്ടോ നോക്കറിയില്ല കൊടുക്കായി അല്ലേ? എനിക്കെന്തിനാ പറ്റുന്നത്? നമുക്ക് ഇഷ്ടമായ ശരിയാക്കാം. അല്ലയോടെ ഒരു കാര്യം പറഞ്ഞു. എന്തിനാ ഈ വർഗത്തിനോടെ കയറ്റിരുത്? ഇവരെന്തിനാ ഇവിടെ കയറ്റിയിരുത്തിയത്? ഞാൻ വരുന്ന വഴിക്കാം വഴിയിൽ മൂത്രമൊഴിക്കണം ചോദിച്ചതിനാ ആ ഉണ്ടക്കണം എന്റെ മെക്കിട്ട് കയറിയത്. ഇറക്കിവിടാ ചള്ള ഞാൻ അടിച്ചു പൊട്ടി. ഇവിടെ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ വേണ്ട. പാപ്പാനോട് കുറച്ച് പിന്നെ സംസാരിച്ചതേ ഉള്ളൂ അല്ലേ? എന്തിപ്പോ ഇവർക്ക് പറ്റി? കുടിക്കുന്ന വെള്ളത്തിൽ എന്തൊരു കുഴപ്പമുണ്ടോ? വെള്ളം കുറച്ച് കൂടുതൽ കുടിച്ച് ഞാൻ വണ്ടിയിൽ ഇവിടുത്തെ പേര് ഓടുന്നു. മോനെ ചെക്കിന് ആ സീനൊന്നുമില്ല. സാറിൻ്റെ അടുത്തേക്കേ ഇല്ല. റോഡ് സൈഡാക്കും. ആ ഒതുക്കി നിർത്തും. പ്രശ്നമില്ലേ?
സാറ് വിളിക്കുന്നു. ആ വരെ സാറേ. എന്താ സാറേ? കാക്കി എന്തിടാ? സാറേ വണ്ടി ജമാലല്ല, ഞങ്ങൾ പെണ്ണ് കാണാൻ പോയി വരാ. ഏത് ജമാല്? വണ്ടിയിലുണ്ട്. നീങ്ങി വന്നേ. സാർ പെണ്ണ് കാണാൻ പോകുമ്പോ കാക്കി വേണ്ടാന്ന് വല്ല നിയമം ഉണ്ടോടാ? സാർ ഈ പ്രാവശ്യത്തേക്ക് ഒന്ന് ക്ഷമിക്കണം സാർ. ആ, ഒരു 2000 രൂപ അടച്ചിട്ട് പോയിക്കോ. സാറ് പറഞ്ഞു കേട്ടില്ലേ, ഫൈൻ അടിച്ചിട്ട് പോക്കോ. സാറേ അത് കുറച്ച് കൂടുതലല്ലേ, ഒരു 500 അടച്ചാൽ പോരെ? പൈസ അടച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ വണ്ടി ആ സ്റ്റേഷനിലേക്ക് എടുക്കും കേട്ടോ. എന്നാ സാറ് ഫൈൻ അയക്കോ, ഞാൻ കോടതിയിൽ അടച്ചോളാം. യൂണിഫോം ഇടാണ്ട് വണ്ടി ഓടിച്ചതും പോരാണ്ട് ന്യായം പറഞ്ഞോടാ. സാറ് കുറച്ചുകൂടെ മാനിയായിട്ട് സംസാരിക്കുക. ജമാലേ നീ പോ. സാറെന്താന്ന് വെച്ചാൽ ചെയ്തു, ഞാൻ കോടതി കണ്ടോളാം. നിന്നെ എടുത്തോളടാ. ജമാൽ ഇനി എടുത്തു പോനെ വണ്ടി. വണ്ടി എടുത്ത് പോടാ. കോടതി അമ്മേ ആമേ എന്താടാ ഇതാ നിങ്ങളെ ആളതാ വന്നിക്കണ. പരമേശ്വരേട്ടൻ അവിടെ നിന്ന് എന്തോ ഇഷ്ടമില്ലാതെ പറഞ്ഞിട്ടുണ്ടാവും, അതപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. ചോറുണ്ടോ നോക്കട്ടെ, വെള്ളം ഒഴിച്ചു പോയിന്നാ തോന്നുന്നു. ചോറ് എഴുത്തി തീറ്റിക്കൂടെ നല്ലോണം. ഭാഗ്യായി വെള്ളം ഒഴിച്ചില്ല. ദാ ആ കൊടുത്തോളി, നിങ്ങൾ തന്നെ ഇയാളെ വഷളാക്കണത്. ഒന്നും മിണ്ടാതിരടാ, മനുഷ്യന്റെ കാര്യം എത്രയേ ഉള്ളൂ. എപ്പോഴാ ബുദ്ധി മറിയാന്ന് പറയാൻ പറ്റൂല. വേലുവേ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന അന്നെ കൊണ്ട് പറ്റുമോ അങ്ങനെ ചിത്രം വരയ്ക്കാൻ? അതൊന്നും പറ്റൂല, പക്ഷെ വേറെ കാര്യമുണ്ട്, മൂപ്പര് വരയ്ക്കണൊക്കെ ഒരേ മാതിരിയാ. എടാ ഒന്നില്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പ്രായമില്ലടാ, കുറച്ചൊക്കെ ആൾക്കാരോട് ഒരു ബഹുമാനമൊക്കെ കാണിക്കേ. ഇതൊക്കെ എന്ത് ഇതാണടാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെന്താ JCB? നല്ല മാന്തലാണല്ലോ. എടാ 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 ഞാനിന്നലെ അത് റെഡിയാക്കി വെച്ചാണ്, നീ വരാനിട്ടല്ലേ? അമ്മേ അല്ല ഇന്നലെ വാ, ഉത്സവമൊക്കെ അല്ലേ, ഞാൻ ഒന്ന് ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് കറങ്ങാൻ. വരാ പോരെ. ചേട്ടനിത് എങ്ങോട്ടാ? ഒരു വണ്ടി പണി നിർത്തി കൊടുക്കാണ്ട്, ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. അമ്മട്ടെ ആ എണ്ണ തേക്കുന്നോണ്ട് കുഴപ്പമില്ല, സ്ലിപ്പായി താഴേക്ക് വീഴരുത്, നോക്കണം. പോയി വാ മോനെ. എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പോ പാടടി. ഭാഗ്യാടി ഇങ്ങനെ ഒരു മരുവനെ കിട്ടിയത്.